പോറ്റി അവിടുത്തെ ഒരു പ്രധാനിയാണെന്നേ. സാധാരണ ഒരാളുടെ വീട്ടിൽ പോകുന്ന രൂപത്തിലല്ല. പോറ്റി അറിയില്ല എന്നൊക്കെ. വട്ടിപ്പലിശക്കാരനാണ്. അതെ. അപ്പോൾ പോറ്റി ഒരു സാധാരണക്കാരനല്ല. പോറ്റി എല്ലാവരുടെയും ആളാണ്. എല്ലാവരുടെയും ആളാണ്. എല്ലാവരിൽ നിന്നും എന്തൊക്കെയോ പോറ്റിക്ക് കിട്ടുന്നുണ്ട്. പോറ്റിയിൽ നിന്നും എല്ലാവർക്കും എന്തോ കിട്ടുന്നുണ്ട്. അതാണ് അറിയേണ്ടത്. SIT അതിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഇതാ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. പോറ്റി പുറത്തു വരാൻ പാടില്ല എന്ന് SIT തന്നെ പറയുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അബദ്ധമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കുറ്റപത്രം സമർപ്പിക്കണ്ടേ? കൊണ്ടുപോയ സ്വർണം എവിടെയെന്ന ചോദ്യം ഇവിടെ നിൽക്കുന്നു. ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അവിടെയും CPM കൂടുതൽ പ്രതിരോധത്തിലാകുന്നത്. ജയിലിൽ കടക്കുന്നത് CPMലെ നേതാക്കളാണ്. കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയാണ്. അപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന തെളിവുകൾ, SITയുടെ നീക്കങ്ങൾ, SIT കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയും CPMലെ നേതാക്കളുമായി ബന്ധപ്പെട്ടാണ്. ഇനി വിശാലമായി ശബരിമലയുമായി ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിലെ കൊള്ളയൊക്കെ അന്വേഷിക്കുമ്പോൾ കൂടുതൽ പേർ പെടുമായിരിക്കാം, UDF നേതാക്കൾ ഉണ്ടാകുമായിരിക്കാം. അതിലേക്ക് പോകട്ടെ. നിലവിൽ നമ്മുടെ മുന്നിലുള്ള കാര്യത്തിൽ മറു ആരോപണമല്ല മറുപടി എന്നുള്ളതാണ്. പത്മകുമാറുമായി ബന്ധപ്പെട്ട കോടതി എന്ന് പറഞ്ഞ കാര്യവും പ്രധാനമാണ്. വളരെ സ്വാധീനമുള്ള വ്യക്തിയാണ്. പത്മകുമാറിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി പറയുന്നത്. ഈ സ്വാധീനം എന്ന് പറയുന്നത് CPM നേതൃത്വമായുള്ള ബന്ധമാണ്, ഭരണതലത്തിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായി പത്മകുമാർ തുടരുന്നത്. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് പത്മകുമാറിനെതിരെ നടപടി പാർട്ടി എടുക്കാത്തത്. സംശയിച്ചുകൂടെ? അതിന് മറുപടി CPM പറയണം. അപ്പോൾ പരസ്പര ആരോപണങ്ങൾക്കപ്പുറം ഇപ്പുറം പോറ്റി കയറ്റിയത് ആരൊക്കെ എന്ന ചോദ്യമാണ് ഇന്നത്തെ ദിവസം ഏറ്റവും ശക്തമായിട്ടുള്ളത്.